തിരുവനന്തപുരത്ത് ഉറങ്ങിക്കിടന്ന നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഒറീസ സ്വദേശികളായ അമർദ്വീപ് റബീന ദമ്പതികളുടെ 2 വയസ്സായ മകൾ മേരിയാണ് കാണാതായത്. ഓൾ സയൻസ് കോളേജിന്റെ പരിസരത്ത് നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന നാടോടി ബാലികയെയാണ് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. തിരുവനന്തപുരം ആൾ സയൻസ് കോളേജ് പരിസരത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്നതാണ് 2 വയസ്സുകാരിയായ മേരി. പുലർച്ചെ 1 മണിയോടെയാണ് കുട്ടിയെ കാണാതായ വിവരം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. മഞ്ഞ സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘമാണ് മേരിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് സഹോദരന്റെ മൊഴി. वो देखा वो 2 आमदी था ना, उधर देख रहा था, उसको बुला रहा तो डर के सोच रहा क्या मैं नहीं जाएगा, तो सो गया. पूरा रात हो गया तो तब वो आमदी आया, हल्के से जाली ऊपर करके सब ले गया. हाँ, तब जागा तो उधर गया, बहुत खोजा नहीं मिला, तब पुलिस स्टेशन गया. സഹോദരനും മാതാപിതാക്കളും നൽകിയ വിവരം അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം. തേൻ ശേഖരിക്കാനാണ് ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റബീന ദമ്പതികൾ മക്കൾക്കൊപ്പം തലസ്ഥാനത്തെത്തിയത്. 4 വർഷമായി ഇടവേളകളിൽ ഇവർ തിരുവനന്തപുരത്തെത്താറുണ്ട്. നമ്മളെ ഏരെയുള്ള പയ്യന്മാരെ തന്നെ ഇവിടെ കിടക്കാണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വന്ന് 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു, എന്ന് ചോദിച്ചു. അതിന് നമുക്കൊരു ശല്യമില്ല, നമുക്കൊരു ശല്യമില്ലായിരുന്നു. വിവരമറിഞ്ഞതു മുതൽ പോലീസിനൊപ്പം പ്രദേശവാസികളും മേരിയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ്. മേരി എന്ന നാടോടി ബാലികയെ കാണാതായിട്ട് 12 മണിക്കൂർ പിന്നിടുകയാണ്. പോലീസ് നടത്തിയ പരിശോധനകളിൽ ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മേരിയുടെ മാതാപിതാക്കൾ മാത്രമല്ല, കേരള ജനതയാകെ ആശങ്കയിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോഡിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.